നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ പിറന്ന ഒരു ലോകോത്തര കണ്ടുപിടുത്തമാണ് ജെയ്സൺ വാട്ടർ ടാപ്പ് അഥവാ വേസ്റ്റ് നോട്ട് വാട്ടർ ടാപ്പ്. ഒരു സാധാരണക്കാരൻ്റെ ദീർഘവീക്ഷണവും പ്രകൃതിയോടുള്ള സ്നേഹവുമാണ് ഈ കണ്ടുപിടുത്തത്തിന് മുന്നിൽ. പഴയ തിരുവിതാംകൂർ രാജ്യത്തെ വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പൊതു ജലധാരകളിൽ നിന്ന് വെള്ളം അമിതമായി പാഴാകുന്നത് ശ്രദ്ധയിൽപ്പെട്ട JP സുബ്രഹ്മണ്യ അയ്യർ എന്ന ഉദ്യോഗസ്ഥനാണ് ഈ ടാപ്പിൻ്റെ യഥാർത്ഥ ശില്പി. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്ത് ഇൻഷുറൻസ് ഓഫീസറായി ജോലി നോക്കിയിരുന്ന അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനപ്പുറം കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു കണ്ടുപിടുത്തക്കാരൻ്റെ മനസ്സുള്ള വ്യക്തി കൂടിയായിരുന്നു. വെള്ളം പാഴാകുന്നത് തടയാൻ കഴിയുന്ന, സ്വയം അടയുന്ന ഒരു ടാപ്പിനെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടു. സുബ്രഹ്മണ്യ അയ്യരുടെ ഈ ചിന്തയ്ക്ക് മൂർത്തരൂപം നൽകാൻ അദ്ദേഹത്തിന് എഞ്ചിനീയർ സുഹൃത്തുക്കളുടെ സഹായവും ലഭിച്ചു. ആദ്യം ഒരു ലളിതമായ രൂപകൽപ്പനയാണ് അദ്ദേഹം നിർമ്മിച്ചത്. പിന്നീട് കാലക്രമേണ അതിൻ്റെ മെച്ചപ്പെട്ട പതിപ്പുകൾ വികസിപ്പിക്കുകയും അതിന് പേറ്റന്റ് നേടുകയും ചെയ്തു. 1928 സ്വയം അടയുന്ന വാട്ടർ ടാപ്പ് എന്ന പേരിൽ ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് പേറ്റന്റും ലഭിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ തെളിവായിരുന്നു. കാരണം അക്കാലത്ത് ജലസംരക്ഷണം എന്ന ആശയം ഇന്നത്തെ പോലെ വലിയ പ്രാധാന്യമുള്ള വിഷയമൊന്നുമായിരുന്നില്ല. എന്നിരുന്നാലും വരാനിരിക്കുന്ന കാലത്തെ ജലക്ഷാമത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. തൻ്റെ കണ്ടുപിടുത്തം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാനും സുബ്രഹ്മണ്യ അയ്യർ തീരുമാനിച്ചു. തിരുവനന്തപുരത്തെ കരമനയിൽ ജെയ്സൺ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന പേരിൽ അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ജെയ്സൺ എന്ന പേര് സുബ്രഹ്മണ്യ അയ്യരുടെ മക്കളായ ജയചന്ദ്രൻ, ശശികല എന്നിവരുടെ പേരുകളുടെ ആദ്യ അക്ഷരങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ തൊഴിലാളി യൂണിയനുകളുടെ ശക്തമായ ഇടപെടലുകളും അനാവശ്യമായ പ്രശ്നങ്ങളും കാരണം അദ്ദേഹത്തിന് ഉൽപ്പാദനം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് മാറ്റേണ്ടി വന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും ജെയ്സൺ വാട്ടർ ടാപ്പിൻ്റെ പ്രശസ്തി അതിവേഗം ലോകമെമ്പാടും വ്യാപിച്ചു. ജർമ്മനിയിലെ പ്രമുഖ കമ്പനിയായ ഹൈഡ്രോപ്ലാൻ ജെയ്സൺ ടാപ്പിൻ്റെ ഉൽപ്പാദന വിൽപ്പന അവകാശങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും ഒഴികെയുള്ള ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്വന്തമാക്കി. യൂറോപ്പ്, ഇംഗ്ലണ്ട്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ജെയ്സൺ ടാപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ജലസംരക്ഷണത്തിൻ്റെ ഒരു മാതൃകയായി ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടി. എന്നിരുന്നാലും ജന്മനാടായ തിരുവനന്തപുരത്ത് ഇന്ന് ഈ ടാപ്പുകൾ അത്ര സാധാരണയായി കാണാറില്ല. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു ഭാഗത്തും ഇതിങ്ങനെ സാധാരണമായി ഇപ്പോൾ കാണുന്നില്ല. സമൂഹത്തിൻ്റെ സാമ്പത്തിക വികസനവും കുപ്പിവെള്ളത്തിൻ്റെ വർദ്ധിച്ച ഉപയോഗവും പൊതുജലധാരകളുടെ എണ്ണം കുറയാൻ കാരണമായി. എങ്കിലും ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴും തങ്ങളുടെ ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും ഈ ടാപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഈ കണ്ടുപിടുത്തത്തിൻ്റെ ദീർഘകാല പ്രസക്തിയും വിശ്വാസ്യതയും അടിവരയിടുന്ന കാര്യമാണ്. നവീകരണം ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ്. ജെയ്സൺ വാട്ടർ ടാപ്പ് ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക മാത്രമല്ല, സാമ്പത്തിക മൂല്യം കൂടി സൃഷ്ടിച്ച ഒരു മികച്ച ഉദാഹരണമാണ്. ബിസിനസ് ലോകം നവീകരണത്തെ കണ്ടുപിടുത്തം, പേറ്റന്റ്, വാണിജ്യവൽക്കരണം, സാമ്പത്തിക വികസനം എന്ന ലളിതമായ ചട്ടക്കൂടിൽ കാണുമ്പോൾ അക്കാദമിക് ലോകം ഇതിനെ കൂടുതൽ ആഴത്തിൽ സമീപിക്കുന്നു. പുതിയ അറിവുകളുടെ വികാസവും അതിൻ്റെ പ്രായോഗികമായ ഉപയോഗത്തിലൂടെ സമൂഹത്തിൻ്റെ ഉന്നമനവും സാധ്യമാക്കുന്ന പ്രക്രിയയാണ് അക്കാദമിക് ലോകം നവീകരണത്തെ കാണുന്നത്. ഇന്ത്യ 2010-2020 വർഷങ്ങളെ നവീകരണ ദശകമായി പ്രഖ്യാപിക്കുകയും ദേശീയ നവീകരണ കൗൺസിൽ സ്ഥാപിക്കുകയും ചെയ്തു. കേരളവും 2013 ഒരു സംസ്ഥാന നവീകരണ കൗൺസിൽ രൂപീകരിച്ചു. ശാസ്ത്ര ഗവേഷണങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിൽ പരിഹാരങ്ങൾ വിന്യസിക്കുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2013 സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പോളിസി വ്യക്തമാക്കുന്നത് ശാസ്ത്രം അറിവ് നേടുന്നതിനായി പണം ഉപയോഗിക്കുമ്പോൾ നവീകരണം ആ അറിവിനെ സമ്പത്തോ മൂല്യമോ ആക്കി മാറ്റുന്നു എന്നാണ്. ജെയ്സൺ വാട്ടർ ടാപ്പിൻ്റെ ഉൽപ്പാദനം ജലനഷ്ടം തടഞ്ഞുകൊണ്ട് സാമൂഹിക മൂല്യം സൃഷ്ടിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സാമ്പത്തിക വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ നവീകരണ ചരിത്രം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ്. അക്കാര്യം കൂടി നമുക്കൊന്ന് ലളിതമായി പറഞ്ഞു പോകാം. 1911 ബ്രിട്ടീഷ് ഇന്ത്യയുടെ പേറ്റന്റ് നിയമം 1915 തിരുവിതാംകൂർ സ്വീകരിച്ചതോടെ പേറ്റന്റുകളുടെ രേഖകൾ ലഭ്യമായി തുടങ്ങി. 1921-25 കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ധാതുമണൽ ഉണക്കുന്നതിനുള്ള ഒരു ഉപകരണം, മലയാളം ടൈപ്പ്റൈറ്റർ, വാഴയില ഞെട്ടിൽ നിന്നും തെങ്ങോലയിൽ നിന്നും തീപ്പെട്ടിക്കൂട് നിർമ്മിക്കുന്ന രീതി എന്നിവയ്ക്ക് പേറ്റന്റ് ലഭിച്ചത് ചരിത്രരേഖകളിൽ കാണാം. 1930കളിൽ പനച്ചിക്കൽ ജോൺ കുര്യൻ എന്ന കണ്ടുപിടുത്തക്കാരൻ ഒരു ടപ്പിയോക്ക സ്ലൈസറും മറൈൻ ട്രാക്ടർ കലപ്പയും വികസിപ്പിച്ചു. ഇത് കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. 1937-38 തിരുവിതാംകൂർ ഭരണ റിപ്പോർട്ട് 16 പേറ്റന്റുകൾ അനുവദിച്ചതായി രേഖപ്പെടുത്തുന്നു. അവയിൽ ടിഫിൻ കാരിയറുകളുടെ മെച്ചപ്പെടുത്തലുകൾ, തെങ്ങിൽ നിന്ന് പൾപ്പ് നിർമ്മിക്കൽ, അടയ്ക്കാത്തൊണ്ട് നീക്കം ചെയ്യുന്ന ഉപകരണം എന്നിവ ഉൾപ്പെടുന്നു.
ഈ കണ്ടുപിടുത്തങ്ങൾ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക കാർഷിക മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ജെയ്സൺ വാട്ടർടാപ്പിൻ്റെ കഥ തിരുവനന്തപുരത്തിൻ്റെ ഈ സമ്പന്നമായ നവീകരണ പൈതൃകത്തിൻ്റെ ഒരു തിളക്കമുള്ള അധ്യായമാണ്. ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ്റെ ദീർഘവീക്ഷണം ലോകമെമ്പാടും ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം എടുത്തുകാട്ടി. ഈ കണ്ടുപിടുത്തം കേരളത്തിൻ്റെ നവീകരണ ചരിത്രത്തിലെ ഒരു പ്രചോദനാത്മക ഉദാഹരണമായി നിലകൊള്ളുന്നു. വരും തലമുറകൾക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും സാമൂഹിക മാറ്റങ്ങളിലേക്കും ഇത് വഴികാട്ടുന്നു.